5:30 ആണ്. ഞങ്ങൾ ക്രിസ്മസ് ഡേയുടെ അന്ന് ചർച്ചിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സാരിയാണ് ഇന്ന് വെയർ ചെയ്യുന്നത്. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ് കളർ, പിന്നെ ഗോൾഡ് കളർ. അപ്പോൾ ഞങ്ങളങ്ങനെ ചർച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ലോങ് സർവീസാണ്, ക്രിസ്മസിൻ്റെ സർവീസ്, പിന്നെ നമ്മുടെ മോർണിംഗ് പ്രെയർ, പിന്നെ കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 5 hours കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചർച്ചിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്, നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളെല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചർച്ചിൽ പോയിട്ട് വരാം. ഞങ്ങളിങ്ങനെ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെളുപ്പിനെ 5:30 ആയതേ ഉള്ളൂ. ഞാൻ ക്രിസ്മസിൻ്റെ സാരിയൊക്കെ എടുത്ത് പോവുകയാണ്. ഇവിടെ മമ്മിയുമുണ്ട്. ഹസ്ബൻഡ് ഈസ് ഡ്രൈവിംഗ്. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്മസ് ആയതേ ഉള്ളൂ. ന്യൂസിലാൻഡിലാണ് ഫസ്റ്റ് ക്രിസ്മസ് ആൻഡ് ഫസ്റ്റ് ന്യൂ ഇയർ. US-ലാണ് ലാസ്റ്റ്. അത് ആ സമയത്തിൻ്റെ അനുസരിച്ചാണ്. ഇവിടെ ഡേ ആൻഡ് നൈറ്റ് വരുമ്പോൾ ടൈം ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിനി പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒരു 10 o'clock എങ്കിലും ആവും. ക്രിസ്മസ് സർവീസ് പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 10-10:30 ആവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് ചർച്ചിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരും. എന്നിട്ട് വേണം നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്യാൻ. ഇതാണ് ഞങ്ങളുടെ ചർച്ച്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചർച്ച് ജസ്റ്റ് സ്റ്റാർട്ടായതേ ഉള്ളൂ. കണ്ടോ, കുറച്ച് ആൾക്കാരൊക്കെ വന്നു. അപ്പം നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നേരെ പോകാം പള്ളിക്കകത്തോട്ട്. അങ്ങനെ നമ്മുടെ ചർച്ചിലെ കുർബാന എല്ലാം കഴിഞ്ഞു. ക്രിസ്മസ് സർവീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. 11 o'clock ആയി. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ നിന്ന്. അങ്ങനെ ഏതായാലും ക്രിസ്മസ്. അപ്പോഴാണ് ഞാൻ മമ്മിക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരി, ക്രിസ്മസ് ഗിഫ്റ്റ്. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടം, നല്ലതാ. ഇപ്പൊ സ്വെറ്റർ മാറ്റിയപ്പോ കണ്ടോ, നല്ലതായി. സ്വെറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ വള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെക്കേഷന് പോയപ്പം ഭീമ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഞാൻ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണെന്ന് ഞാൻ കാണിച്ചത് ഈ വളയായിരുന്നു. പിന്നെ ഈ റിങ് രണ്ടും ഭീമായും തന്നെ വാങ്ങിച്ചാണ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ ഈ മോതിരാണെങ്കിൽ ഒത്തിരി ഓൾഡ് മോതിരാണ്, സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ അന്ന് ഞങ്ങളൊരു ക്രൂസിനും പോയായിരുന്നു വെഡിങ് ആനിവേഴ്സറിക്ക്, ലോങ് ടൈം ഒക്കെ. പിന്നെ ഈ വളയൊക്കെ മമ്മി പണ്ട് വാങ്ങിച്ചെന്ന വളയാണിത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസിന് വേറെ ചെയ്തുകൊണ്ട് പോയത്. ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഇങ്ങനെ നല്ല വി നെക്കാണ് വെച്ചത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ വി നെക്ക്. എന്നിട്ട് അതേ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തു. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ അവർ വർക്ക് ചെയ്ത് നമ്മുടെ അടിപൊളിയായിട്ട് നമുക്ക് തയ്ച്ച് തന്നിട്ടുണ്ടേ. പിന്നെ ഇത് നമ്മുടെ ബ്ലൗസിൽ കൂടി ഓൾറെഡി ഉണ്ടായിരുന്നായിരുന്നു. ഈ സാരിയുടെ ഇത് ബ്ലൗസിൽ കൂടെ ഉണ്ടായിരുന്നു. അത് കാരണം അവിടെ വെച്ചില്ല. നല്ല അടിപൊളിയായിട്ട് തയ്ച്ചു. ഇതാണ് ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ചർച്ചിലെ. അപ്പം, ബീഫ് സ്റ്റൂ, നമ്മുടെ എഗ്ഗിൻ്റെ കറി, പിന്നെ കേക്ക്, പ്ലം കേക്ക്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം ചർച്ച്. അങ്ങനെ ചർച്ചിൽ പോയിട്ട് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കം ഉറങ്ങി. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യാണ്ട് വെളുപ്പിന് എഴുന്നേറ്റുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇനി നമ്മൾ ഗിഫ്റ്റെല്ലാം നമ്മുടെ പൊട്ടിക്കാൻ പോവാണേ. നമ്മുടെ ഗിഫ്റ്റെല്ലാം വെയിറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി നമുക്ക് ഓരോന്ന് പൊട്ടിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറിന് വേണ്ടി നമ്മുടെ കസിൻ്റെ വീട്ടിലോട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റെല്ലാം പൊട്ടിച്ച് നോക്കാവേ. അപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടീ ബാഗിൻ്റെ സെറ്റാണ്. ഇവിടെ തന്നെ 2 കോഫി കപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ടീ ബാഗ്സ് ഉണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു എന്താ നമ്മുടെ ഒരു സ്റ്റെയിനർ പോലെ സാധനമുണ്ട്. ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഈ കപ്പിനകത്ത് ഇച്ചിരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് നമുക്ക് ടീ ഉണ്ടാക്കാം.
ഇത് ഫുൾ ടീ ആണ് ഡിഫറെൻറ്റ് ടൈപ്സിലെ. അടുത്ത ഗിഫ്റ്റ് ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ കിട്ടുന്ന ഗിഫ്റ്റുകളാണ്. ഇതൊരു നമ്മുടെ സ്റ്റേക്ക് ഹൗസിൻ്റെ ഒരു കാർഡുണ്ട്. ഇവിടെ ഒരു സ്റ്റേക്ക് ഹൗസ് കാർഡ്. പിന്നെ ഇത് നമ്മുടെ ഒരു കുക്കീസ്, ഫെറാറോ കുക്കീസ്. ഓക്കെ, സ്റ്റേക്ക് ഹൗസിൻ്റെ ഒരു കാർഡും ഗിഫ്റ്റ് കാർഡും ഫെറാറോ കുക്കീസ്. കൊള്ളാം. ഈ ഗിഫ്റ്റ് എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ഗെയിം വിൻ ചെയ്തതിന് കിട്ടിയതാണ്. ഞാനത് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട്. ക്രോക്ക് പോട്ട് എന്നാണ് നോക്കാതെ. ക്രോക്ക് പോട്ട് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ക്രോക്ക് പോട്ട് ഇതാണ് കേട്ടോ. ഇങ്ങനെ ഞാനിതിൻ്റെ ഈ ഇങ്ങനെ ലിഡ് വെച്ചിട്ട് ഈ ലിഡ് എടുത്തപ്പം അതൊരു ഇങ്ങനെ ഒരു പാത്രമുണ്ട്, ഒരു ബൗള്. ഈ ബൗളിനകത്ത് നമുക്ക് സൂപ്പോ അതുപോലുള്ള എന്തെങ്കിലും ചൂടാക്കാവുള്ളത് ഇതിനകത്ത് ഇങ്ങനെ വെക്കുക. ഇതുകൊണ്ട് നന്നായിട്ട് അടയ്ക്കുക. എന്നിട്ട് വേണ്ട ഇവിടുത്തെ എൻ്റെ പ്ലഗ് എല്ലാം ഉണ്ട്. അത് നമുക്കിങ്ങനെ കുത്താം. അപ്പം നല്ലതായിട്ട് വാം ആവും. ഉണ്ടോ? ഓൺ ആകുമ്പോൾ ഇവിടെ ലൈറ്റും വരും. നല്ല ഗിഫ്റ്റാണ്. അടുത്ത നമുക്കൊരു ഗിഫ്റ്റ് കാർഡാണ്. ഗിഫ്റ്റ് കാർഡല്ല, നമുക്ക് ക്രിസ്മസ് കാർഡ് അടുത്തത്. ഇതൊക്കെ ഓരോരുത്തർ ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ക്രിസ്മസ് കാർഡ്. അടുത്ത എന്നാ നോക്കാവേ. ക്രിസ്മസ് കാർഡ് ആൻഡ് ടാർഗറ്റ് കാർഡ്. ടാർഗറ്റ് ഗിഫ്റ്റ് കാർഡ്. അപ്പോൾ ഈ ബാഗിലെ കുക്കീസ് ട്രഫിൾ. ഈ കുക്കീസ് ട്രഫിൾസ് 2 പാക്കറ്റ് കുക്കീസ്. അപ്പോൾ ഈ ബാഗിലെ നല്ലൊരു ബൗളും ബാത്ത് സ്പഞ്ചും പൈൻ കോണും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ക്യാൻഡിൽസ്. ഇലക്ട്രിക് ക്യാൻഡിൽസ് ആണ്. നമുക്കൊരു പ്ലഗ് ചെയ്താൽ മതി, എല്ലാം നല്ലതായിട്ട് ഓൺ ആവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ക്രിസ്മസ് ഗിഫ്റ്റ്. പിന്നെ എൻ്റെ ഗിഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു എൻ്റെ 2 ബാഗ്സ്. പിന്നെ ഞങ്ങൾ കുറച്ച് വിൻ്റർ ക്ലോത്ത് എല്ലാം വാങ്ങിച്ചു. പിന്നെ ഷൂ ആയിരുന്നു, സ്കെച്ചേഴ്സിൻ്റെ ഷൂ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഗിഫ്റ്റ്. പിന്നെ മമ്മിക്ക് ഞങ്ങൾ ഓൾറെഡി സാരി കൊടുത്തു. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ ക്രിസ്മസിന് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇന്നലെ. പിന്നെ ഹസ്ബൻഡിന് നമ്മൾ ഓൾറെഡി ഷർട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു. ഒത്തിരി ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചു. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഗിഫ്റ്റ്. പിന്നെ വിൻ്റർ ക്ലോത്ത്സ് വാങ്ങിച്ചാൽ ഞാൻ കാണിച്ചല്ലോ. വിൻ്റർ ക്ലോത്ത്സ് വാങ്ങിച്ചു. പിന്നെ കുറേ ഡ്രസ്സെല്ലാം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ ഷർട്ടൊക്കെ. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കസിൻ്റെ വീട്ടിലേക്ക് റെഡി ആയിട്ട് പോവാം. അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ഡിന്നർ, ക്രിസ്മസ് ഡിന്നർ. ഇതൊരു വലിയ ഫർണിച്ചർ കടയാണ്. നമ്മളിവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ. ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ കസിൻ്റെ വീട് ഫ്രിസ്കോയിലാണ്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അവരുടെ വീടിൻ്റെ അടുത്തായി. ഓൺ ദ വേയിൽ കുറേ ക്രിസ്മസ് ലൈറ്റ്സുകളൊക്കെ കണ്ടേ. ഇവിടെയൊക്കെ വീടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കസിൻ്റെ വീട്. എല്ലാവരും ഒക്കെ വന്നു. ഇവിടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഈ അങ്കിളുമാണ് ഫൈനലി വന്നത്. അങ്കിൾ ഫൈനലൈസ് ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ഗെയിമിൽ ഞാൻ വിൻ ചെയ്തു. ഈ ഗെയിം എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റിൻ്റെ മുകളിൽ വെക്കുന്ന ഡെക്കറേഷൻ ഉണ്ടല്ലോ, അത് ടേബിളിൽ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണ് കെട്ടും. എന്നിട്ട് നമ്മളത് കാണാതെ അത് നമ്മുടെ സ്പൂണും കൊണ്ട് അത് കോരി കോരി ആ ബൗളിനകത്ത് ഇടണം. ഇവിടെ ഒത്തിരിയും ഗെയിംസ് ഉണ്ട്. നമ്മുടെ കിഡ്സിനെ, യങ്സ്റ്റേഴ്സിനെ, പിന്നെ ആൻറ്റീസ് ആൻഡ് അങ്കിൾസ് എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഗെയിം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, പിന്നെ സ്നാക്സ് ഉണ്ട്.
അതും ഇതിൻ്റെ കൂടെ നടക്കുകയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലേ, അപ്പം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഗിഫ്റ്റ് കണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് തരാനുള്ള ഗിഫ്റ്റാണ്. ഗെയിം വിൻ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് തരും. പിന്നെ നമുക്ക് എലിഫൻറ്റ് ഗെയിം ഉണ്ടായിരുന്നു, അതിനൊക്കെയുള്ള ഗിഫ്റ്റുകളാണ് ഇരിക്കുന്നത്. ഇവിടെ മ്യൂസിക്കൽ ചെയർ ഇല്ല, ചെയറിന് പകരം ക്യാൻഡി സ്റ്റിക്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ മ്യൂസിക് നിൽക്കുമ്പോൾ ക്യാൻഡി സ്റ്റിക്ക് എടുക്കണം, സ്റ്റിക്ക് കിട്ടാത്തവർ ഔട്ടാവും. അങ്ങനെ നമ്മളിവിടെ പല ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഗെയിമാണ്. ഇങ്ങനെ കപ്പെല്ലാം വെച്ചിട്ട് നമ്മളോട് പറയും ഫുഡ്, നീ, ചെസ്റ്റ്, വേസ്റ്റ്, നെക്ക്, അങ്ങനെയെല്ലാം പറയും. പിന്നെ കപ്പ് പറയും. അപ്പോൾ നമ്മൾ ചാടി കപ്പ് എടുക്കണം, കപ്പ് കിട്ടാത്തൊരു ഔട്ടാവും. അങ്ങനെ നമ്മുടെ ഡിന്നർ ടൈമായി. നോർത്ത് ഇന്ത്യൻ ഡിഷായിരുന്നു നമ്മുടെ ഡിന്നർ. നാൻ ആൻഡ് ബട്ടർ ചിക്കൻ, റൈസ്, കോളിഫ്ലവർ ഫ്രൈ, ഫിഷ്, മട്ടൺ കറി, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ്. പിന്നെ നമുക്ക് ലോട്ട്സ് ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വൈറ്റ് എലിഫൻറ്റ് ഗെയിം തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള ഗിഫ്റ്റൊക്കെ എടുത്തു വെച്ചു. ഗെയിം എന്ന് പറയുന്നത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്പർ തരും. എന്നിട്ട് നമ്പർ വിളിക്കുന്നതനുസരിച്ച് പോയി നമുക്ക് ടേബിളിൽ നിന്ന് ഇഷ്ടമുള്ള ഗിഫ്റ്റ് എടുക്കാം. നമുക്ക് ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഒരാളുടെയും നമുക്ക് സ്റ്റീൽ ചെയ്യാം. അങ്ങനെ ഓരോ പ്രാവശ്യം സ്റ്റീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്പർ 1 കിട്ടുന്നവർക്ക് 2 പ്രാവശ്യം സ്റ്റീൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഗെയിമായിരുന്നേ. ക്രിസ്മസ് പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല ഫൺ പാർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് പോവാണ്. ഇവിടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. മമ്മിക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റാണ്. മമ്മിയുടെ വീട്ടിലോട്ട് വെച്ചു. മമ്മി അങ്ങനെ മമ്മിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. മമ്മിയുടെ ഗിഫ്റ്റ് അവിടെ വെച്ചു. നമ്മുടെ കമ്പനിക്ക് വീട്. ഞങ്ങളങ്ങനെ പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി. ടൈം 10:40 ആയി. അങ്ങനെ ഞങ്ങൾ കസിൻ്റെ വീട്ടിലെ ക്രിസ്മസ് ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. നല്ല അടിപൊളി പാർട്ടി ആയിരുന്നു, നല്ല ഫണ്ണായിരുന്നു, ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വിൻ ചെയ്തു. എൻ്റെ ഗിഫ്റ്റ്, ഞാനൊരു ബ്ലാങ്കറ്റിൻ്റെ ഒക്കെ ഒരു സെറ്റ് വിൻ ചെയ്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു നെക്ക് മസാജർ കിട്ടി. എൻ്റെ മമ്മിക്കൊരു ഗിഫ്റ്റ് കിട്ടി. എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും പിന്നെ നമ്മുടെ ഗെയിം വിൻ ചെയ്തതിൻ്റെ ഗിഫ്റ്റും എല്ലാം ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് അടിപൊളിയായിരുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ എന്താണെന്നറിയാമല്ലോ, എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ, ലൈക്ക് ആൻഡ്